എല്ലാവർക്കും മെക്കാനിക്കൽ സ്റ്റുഡൻ്റ് കൊമേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് NCUI, NCCT, NCCE തുടങ്ങിയ ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അതോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയും ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇപ്പോൾ NCUI എന്ന് പറഞ്ഞാൽ എന്താണ്? NCUI എന്നുള്ളത് NCUI അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയാം അല്ലേ. നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ, അതാണത് NCUI എന്നുള്ളത്. ഓക്കെ, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ് നാഷണൽ ലെവലിലെ അപ്പെക്സ് ബോഡി ഇൻ ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ അപ്പെക്സ് ബോഡിയാണ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ളത്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, അതോടൊപ്പം തന്നെ കോപ്പറേറ്റീവ് ട്രെയിനിങ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, പിന്നീട് എന്താണ് ട്രെയിനിങ്, ഇതൊക്കെ കൊടുക്കാനുള്ള നാഷണൽ ബോഡി റെസ്പോൺസിബിൾ ആയിട്ടുള്ള നാഷണൽ ബോഡിയാണ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം നാഷണൽ ലെവൽ സ്പോക്സ്മാൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ദ നാഷണൽ ലെവൽ സ്പോക്സ്മാൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നും പറയാം നമുക്ക്. അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റ് ഇപ്പോൾ എല്ലാ ട്രെയിനിങ്, അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം, കോപ്പറേഷന് ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ്, എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് എല്ലാം ഗൈഡ് ചെയ്യിക്കും. അതോടൊപ്പം തന്നെ ട്രെയിനിങ്, അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമൊക്കെ എന്താണ് ഗൈഡ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഏതാണ്? നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ്. ഇനി നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് 1929. ഇപ്പോൾ ആ ഒരു സമയത്ത് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അസോസിയേഷൻ എന്നായിരുന്നു. ഓക്കെ, ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് അസോസിയേഷൻ, ഞാൻ ഷോർട്ടാക്കിയാണ് എഴുതുന്നുള്ളത്. ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അസോസിയേഷൻ എന്നായിരുന്നു ഇതിൻ്റെ ആദ്യ പേരെന്ന് പറഞ്ഞാൽ. ഇപ്പം 1929 നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴാണ് 1929. ഇനി ഇതിൻ്റെ ഒരു NCUIയുടെ പ്രീവിയസ് നെയിമാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയും. അതാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് യൂണിയൻ. NCUIയുടെ പ്രീവിയസ് നെയിമാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് യൂണിയൻ എന്നുള്ളത്. ഇനി ഈ ഒരു ഇപ്പോൾ കോപ്പറേറ്റീവ് വീക്ക് നമുക്ക് അറിയാം. എന്താണ് കോപ്പറേറ്റീവ് വീക്ക്? ഇന്ത്യയിൽ നിന്നാണ് കോപ്പറേറ്റീവ് വീക്ക് എന്നുള്ളത് ഒക്കെ ചെയ്യുന്നത് ഏതിൻ്റെ അണ്ടറിലാണ്? NCUIയുടെ ഹോസ്പിറ്റലാണ്. NCUIയുടെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത് കോപ്പറേറ്റീവ് വീക്ക് ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി NCCT എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. NCCT എന്ന് പറഞ്ഞാൽ NCCT എന്താണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതും ഇതാണ്, കോൺസ്റ്റിറ്റ്യൂട്ട് ബൈ NCUI ആണ്. NCCT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതും ഇതിനാണ്. NCCT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് NCUI ആണ്. NCUIൻ്റെ മന്ത്ലി പബ്ലിക്കേഷൻ ഉണ്ട്, അതിന് നമ്മൾ പറയുന്നതാണ് ദ കോപ്പറേറ്റർ എന്നാണ് മന്ത്ലി പബ്ലിക്കേഷൻ. ദ കോപ്പറേറ്റർ എന്നാണ് NCUIയുടെ മന്ത്ലി പബ്ലിക്കേഷൻ എന്നുള്ളത്. ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ എന്നുള്ളത് തന്നെ ക്വാർട്ടർലി പബ്ലിക്കേഷനാണ്. ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ എന്നുള്ളത് ഇതിനാണ് NCUIയുടെ ക്വാർട്ടർലി പബ്ലിക്കേഷനാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ എന്നുള്ളത്. ഓക്കെ, ഈ NCUIയുടെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞ ജനറൽ ബോഡിയാണ്. NCUIയുടെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്നാണ്, ജനറൽ ബോഡിയാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഇതിൻ്റെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ. പിന്നെ ഗവർണിംഗ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ 24 മെമ്പേഴ്സാണ് ഇതിൻ്റെ ഗവർണിംഗ് കൗൺസിലർ എന്നാണ് പ്രധാനമായിട്ടുള്ളത്. ഗവർണിംഗ് കൗൺസിൽ NCUIയുടെ ഗവർണിംഗ് കൗൺസിൽ ഇലക്ട് ചെയ്യുന്നതാണ് ജനറൽ ബോഡിയാണ്. ഇതിൻ്റെ ഗവർണിംഗ് കൗൺസിലൊക്കെ ഇലക്ട് ചെയ്യുന്നത് ജനറൽ ബോഡിയാണ്. അതോടൊപ്പം തന്നെ ഒരു എന്താണ് കോപ്പറേഷനെ ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏറ്റവും അപ്പെക്സിലായിട്ടുള്ള ബോഡി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അപ്പെക്സ് ലെവലായിട്ടുള്ള ബോഡി, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്സ് ഒക്കെ നാഷണൽ ബോഡി വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അതോടൊപ്പം തന്നെ ട്രെയിനിങ് കൊടുക്കുന്ന നാഷണൽ ബോഡി, ഇതാണ് നമ്മളെന്ന് പറഞ്ഞാൽ NCUI അഥവാ എന്താണ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻ്റ് മാത്രം നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ദെൻ അടുത്തത് നമ്മുടെ നെക്സ്റ്റ് പറയുന്നതാണ് NCCT എന്നുള്ളത്. NCCT എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. NCCT എന്താണ്? NCCT വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ NCUI ആണ് എന്ത് ചെയ്ത് NCCT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ പെട്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ NCCT എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1976 കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ 1/7
1976 1976 NCCT നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴാണ്. അത് 1976 ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. ഓക്കെ, ഒരു ഓട്ടോണമസ് സൊസൈറ്റിയാണ്. ഓട്ടോണമസ് സൊസൈറ്റിയാണ്. പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ്. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ആണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. എന്താണ് 5ാമത്തെ പഞ്ചവത്സര പദ്ധതി 5th 5-year പ്ലാനിലാണ് ഇത് വന്നിട്ടുള്ളത്. NCCT വന്നിട്ടുള്ളത് 5ാമത്തെ 5-year പ്ലാനിലാണ് ഇത് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ NCCT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് NCUI ആണ്. ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യ ഗവൺമെൻറ് അപ്രൂവൽ പ്രകാരം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. NCUI ആണ് എന്ത് ചെയ്ത് NCCT എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള NCUI ആണ്. അപ്പം ഇതിൻ്റെ ന്യൂ ഗവർണിംഗ് കൗൺസിൽ ഓഫ് NCCT എന്ന് പറഞ്ഞാൽ 29 മെമ്പേഴ്സാണ്. ഇതിൻ്റെ ഗവർണിംഗ് കൗൺസിലുള്ളത് 29 മെമ്പേഴ്സാണ്. എക്സിക്യൂട്ടീവ് കൗൺസിലുള്ളത് 9 മെമ്പേഴ്സ് എക്സിക്യൂട്ടീവ് കൗൺസിലുണ്ട്. ഗവർണിംഗ് കൗൺസിലുള്ളത് 29 മെമ്പേഴ്സും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് കൗൺസിലുള്ളത് 9 മെമ്പേഴ്സാണ് ഉള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് നടന്നത് 2018 നമ്മൾ ഓർത്ത് വെക്കുക. ഫസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് നടന്നത് 2018. കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ 29/6/2018 ഇതിൻ്റെ ഫസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് നടന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ NCCTയുടെ ഫസ്റ്റ് ചെയർമാൻ DJ കാർവേയാണ്. നമ്മൾ പേര് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പിൾസ് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. DJ കാർവേയാണെന്ന് പറഞ്ഞാൽ DJ കാർവേയാണ് NCCTയുടെ ഫസ്റ്റ് ചെയർമാൻ എന്നുള്ളത് DJ കാർവേയാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പെക്സ് ലെവലിൽ NCCTയുടെ അപ്പെക്സ് ലെവലിലാണ് നമ്മൾ NCCTയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പം ഇതിൻ്റെ അപ്പെക്സ് ലെവലിൽ പ്രവർത്തിക്കുന്നതാണ് ഇത് വാംനികോം എന്നുള്ളത്. ഓക്കെ, വാംനികോം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. വാംനികോം എന്നുള്ളത് എന്താണ്? വാംനികോം എന്നുള്ള ഉദ്ദേശിക്കുന്നത് വാംനികോം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠ് മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇതാണെന്ന് പറഞ്ഞാൽ വാംനികോം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ വാംനികോമാണ് ഇതിൻ്റെ അപ്പെക്സ് ലെവലിലുള്ളത്. NCCTയുടെ അപ്പെക്സ് ലെവലിൽ വാംനികോമാണ്. ഇതിൻ്റെ മിഡിൽ ലെവലിലാണ് ICM എന്നുള്ളത്. മിഡിൽ ലെവലിലുള്ളതാണ് ICM എന്നുള്ളത്. അതായത് ഈ വാംനികോമിനെയും അതോടൊപ്പം തന്നെ ICMനെയും അതോടൊപ്പം തന്നെ ICMനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഇതാണ് NCCT ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം ICM എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യയിലെ പല ICM കേരളത്തിലുള്ളത് ഇപ്പോൾ തിരുവനന്തപുരം ഒരു ICM ഉണ്ട്. അതോടൊപ്പം തന്നെ ട്രിവാൻഡ്രം ഉണ്ട്, പിന്നീട് കണ്ണൂർ പറശ്ശിനിക്കടവ് ICM ഉണ്ട്. അതോടൊപ്പം തന്നെ ട്രിവാൻഡ്രം ICM കേരളത്തിൽ ഉള്ള ICM ആണ് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ICM എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ വാംനികോം അതോടൊപ്പം തന്നെ ICM കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്? നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വാംനികോം അപ്പെക്സ് ലെവൽ ഓർഗനൈസേഷനാണ്. കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ അപ്പെക്സ് ലെവൽ ഓർഗനൈസേഷൻ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വാംനികോം എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് വൈകുണ്ഠ് മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് പൂനെയിലാണെന്ന് കൂടി നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, പൂനെയിലാണ് വാംനികോം സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫസ്റ്റ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ദ പ്രൊവിൻഷ്യൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബോംബെയിലുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബോംബെയിലാണ്. 1918 ബോംബെയിലെ പ്രൊവിൻഷ്യൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ NCCT എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രമാത്രം കൊടുത്തു വെച്ചാൽ മതി. NCCT എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യയിൽ തന്നെ പ്രധാനമായിട്ടും NCCT ഇപ്പോൾ ടോപ്പ് ലെവലുള്ളത് ഇപ്പം അതിലുള്ളത് വാംനികോം എന്ന് പറഞ്ഞിട്ടുണ്ട്. പൂനെ നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നീട് 5 റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ICM അതോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് 5 പ്രധാനപ്പെട്ട റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചണ്ഡീഗഡ് അതോടൊപ്പം തന്നെ
മെയിനായിട്ടുള്ളത് ചണ്ഡീഗഡ്, ബാംഗ്ലൂർ, അതുപോലെ തന്നെ കല്യാണി, പിന്നീട് ഗാന്ധിനഗർ, പാറ്റ്ന എന്നിങ്ങനെയുള്ള 5 സ്ഥലങ്ങളിലും പിന്നീട് 14 ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ണൂരും അതോടൊപ്പം തന്നെ ട്രിവാൻഡ്രവും എന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്നുള്ള സെൻറ്റേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് NCCT ആണ് കൺട്രോൾ ചെയ്യുന്നത്. NCCT ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ NCCT ബന്ധപ്പെട്ടുള്ള വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഫംഗ്ഷൻസ്, ബേസിക് ആയിട്ട് ഫംഗ്ഷൻസ് ഒക്കെ കാര്യങ്ങളോട് നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ നമുക്ക് വളരെ ഡീറ്റെയിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 2-3 സ്ഥാപനങ്ങളിൽ ഒന്നിച്ച് പറയുമ്പോഴാണ് അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ NCCT നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഇനി NCCE എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് എന്താണെന്ന് അതും കൂടി നമുക്ക് നോക്കാം. NCCE എന്നുള്ളത്, NCCE എന്ന് പറഞ്ഞാൽ എന്താണ്? NCCE എന്ന് പറഞ്ഞാൽ നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനാണ്. നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനാണ് NCCE എന്നുള്ളത്. വർഷം 1958ആണ്. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയാണ്. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫോർമർ നെയിം എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്ട്രക്ടേഴ്സ് ട്രെയിനിങ് സെൻറ്റർ എന്നാണ്. ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്ട്രക്ടേഴ്സ് ട്രെയിനിങ് സെൻറ്റർ. ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് ഇൻസ്ട്രക്ടേഴ്സ് ട്രെയിനിങ് സെൻറ്റർ എന്നാണ് NCCEയുടെ ഫോർമൽ നെയിം എന്ന് പറഞ്ഞത്. പിന്നീട് NCCE എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്, അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ, കോപ്പറേഷന് ബന്ധപ്പെട്ട് ട്രെയിനേഴ്സിന് എഡ്യൂക്കേഷൻസ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് പറഞ്ഞാൽ NCCE എന്ന് പറഞ്ഞാൽ നാഷണൽ സെൻറ്റർ ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് NCUIയും പിന്നീട് എന്താണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ NCCT പിന്നീട് NCCE എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചും കൂടെ സമയം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് നമുക്ക് അടുത്തൊരു ദിവസം നമുക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുണ്ടെങ്കിൽ മാക്സിമം കുട്ടികൾക്ക് നിങ്ങൾ ക്ലാസ് ഷെയർ ചെയ്യും. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, കേരളത്തിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഉടൻ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.